ജനനായകൻ. ഒരുപാട് നാളുകൾക്ക് ശേഷം ആ പേര് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നു. പ്രഖ്യാപിച്ച റിലീസ് തീയതിയിൽ നിന്ന് 6 മാസത്തിനിപ്പുറം ആ സിനിമ തിയേറ്ററുകളിൽ എത്താൻ പോകുന്നു. ജനുവരി 9-ാം തീയതി ഒരു വിജയ് ആരാധകനും മറക്കില്ല. ഇഷ്ടനായകൻ്റെ അവസാന സിനിമ പുറത്തിറങ്ങാൻ പോകുന്ന ദിവസം. അതിനായി മാസങ്ങളോളമുള്ള കാത്തിരിപ്പ്. പക്ഷേ വിധി മറ്റൊന്നായി. സെൻസർ പ്രശ്നങ്ങളിൽ കുരുങ്ങി 9-ാം തീയതി 10-ആയി, 11-ആയി, അങ്ങനെ അനന്തമായി നീണ്ടു. അന്ന് വിജയ് ദളപതി മാത്രമായിരുന്നു. മാസങ്ങൾക്ക് ശേഷം സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. MGR സ്റ്റൈലിൽ രാഷ്ട്രീയത്തിലെത്തിയ വ്യക്തിയുടെ അവസാന സിനിമയും MGRൻ്റേതുപോലെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയതിനു ശേഷം എത്തുന്നു. CBFC അംഗങ്ങൾ സിനിമ പരിശോധിച്ചെന്നും 2-3 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സർട്ടിഫിക്കറ്റ് ആയിരിക്കും ചിത്രത്തിന് ലഭിക്കുകയെന്നാണ് സൂചന. സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ജൂലൈ അവസാനത്തോടെ സിനിമ പ്രദർശനത്തിന് എത്തിയേക്കും. ആ വൺ ലാസ്റ്റ് ഡാൻസിന് അധികം കാത്തിരിക്കേണ്ടി വരില്ലെന്ന് സാരം. മൾട്ടി സ്റ്റാറർ പരാശക്തിയായിരുന്നു ജനനായകന് ക്ലാഷുമായി വന്ന് ആദ്യ വെല്ലുവിളി ഉയർത്തിയത്. ഉദയനിധി സ്റ്റാലിൻ്റെ റെഡ് ജയന്റ് മൂവീസ് വിതരണം ചെയ്യുന്ന ചിത്രം. പിന്നാലെ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതായി പ്രശ്നം. 2025 ഡിസംബർ 18-നാണ് സെൻസറിങ്ങിനായി ജനനായകൻ CBFCക്ക് സമർപ്പിച്ചത്. ആദ്യം ചില മാറ്റങ്ങൾ വരുത്താൻ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് നിർമ്മാതാക്കൾ റീസബ്മിറ്റ് ചെയ്തു. അപ്പോഴും സർട്ടിഫിക്കറ്റ് നൽകാതെ റിവൈസിംഗ് കമ്മിറ്റിക്ക് അയക്കുന്നു. റിലീസ് അടുത്തതിനാൽ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് US സർട്ടിഫിക്കറ്റോട് കൂടി സിനിമ പുറത്തിറക്കാൻ നിർദ്ദേശിച്ചു. അധികം വൈകാതെ ഡിവിഷൻ ബെഞ്ച് ആ ഉത്തരവ് സ്റ്റേ ചെയ്തു. വിജയ്ക്ക് തൻ്റെ പൊളിറ്റിക്കൽ ജേണിയെ ശക്തിപ്പെടുത്തുന്ന ഒന്നായിരുന്നു ജനനായകൻ. അടിമുടി TVK റെഫറൻസുകൾ നിറഞ്ഞ ട്രെയിലർ കണ്ടിട്ടും ആ സിനിമയ്ക്കായി കാത്തിരുന്നവരെ റിലീസ് വൈകിയത് നിരാശപ്പെടുത്തിയിരുന്നു. മമിത ബൈജു, പ്രകാശ് രാജ്, പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ തുടങ്ങിയ വലിയ സ്റ്റാർ കാസ്റ്റാണ് സിനിമയിലുള്ളത്. ഒഫീഷ്യലി പറഞ്ഞിട്ടില്ലെങ്കിലും ബാലയ്യയുടെ ഭഗവന്ത് കേസരിയുടെ റീമേക്കാണ് ജനനായകൻ എന്നാണ് സിനിമയുടെ അപ്ഡേറ്റുകൾ നൽകിയ സൂചന. സിനിമ പുറത്തിറങ്ങാതിരുന്നതോടെ OTT കരാറിൽ നിന്ന് ആമസോൺ പിൻവാങ്ങിയതായി വാർത്തകൾ വന്നിരുന്നു. നിർമ്മാതാക്കൾക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും വൻ നഷ്ടമായിരുന്നു അന്ന് നേരിടേണ്ടി വന്നത്. എന്നാൽ വിജയ് മുഖ്യമന്ത്രി ആയതോടെ സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സിനായി ആമസോൺ അടക്കം നിരവധി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളാണ് രംഗത്തെത്തിയത്. അതിനിടെ ജനനായകൻ്റെ പ്രിന്റ് ഓൺലൈനിൽ ലീക്കായി. ഇതിനോടകം 1,20,00,000-ലധികം പേർ ലീക്ക്ഡ് പ്രിന്റ് കണ്ടെന്നാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ അറിയിച്ചത്. ഇതും സിനിമയ്ക്ക് വലിയ തിരിച്ചടിയാണ്. മുഖ്യപ്രതിയും 2 സഹോദരങ്ങളും സിനിമയുടെ പല ക്ലിപ്പുകളെ സംയോജിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഈ പ്രിന്റ് പിന്നീട് തമിഴ് റോക്കേഴ്സ് പോലുള്ള വെബ്സൈറ്റുകളിലെത്തി. പൈറസി തടയാൻ KVN പ്രൊഡക്ഷൻസ് ഹൈക്കോടതിയിൽ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് 4-ന് റിസൾട്ട് എണ്ണി തീർന്നപ്പോൾ മുതൽ കാത്തിരിപ്പ് 2 കാര്യങ്ങൾക്കായിരുന്നു: സി ജോസഫ് വിജയുടെ സത്യപ്രതിജ്ഞയ്ക്കും ജനനായകൻ്റെ വരവും. ആദ്യത്തേത് നടന്നു. ദളപതി തലൈവരായി, മുതൽവരായി. ജനനായകൻ അപ്പോഴും പെട്ടിയിൽ തന്നെ. എന്ന് വരും എന്ന ചോദ്യത്തിന് ഒടുവിൽ ഒരു ഉത്തരം ലഭിക്കാൻ പോകുന്നു. ഈ മാസം ജനനായകൻ്റെ വരവ് ഏകദേശം ഉറപ്പിച്ചിരിക്കുന്നു. പൈറസി കാരണത്താൽ തിയേറ്ററിൽ ആളെണ്ണം കുറഞ്ഞില്ലെങ്കിൽ തമിഴിൽ ഇക്കൊല്ലം പിറന്ന സകല റെക്കോർഡുകളും വിജയ് തകർക്കുമെന്നതിൽ സംശയമില്ല. അവസാന സിനിമയിൽ വിജയ് നേടുന്ന റെക്കോർഡുകൾ ഏതൊക്കെയെന്ന് കാത്തിരുന്ന് കാണാം.